അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥാനി കനിയേണമേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥാനി കനിയേണമേ. ചിന്തകൾ ചെയ്തികൾ നന്മയിൽ നിറഞ്ഞിടാൻ ചൊരിയേണമേ നിൻ നൽവരങ്ങൾ. സദ്ഗുണമാശയം ആത്മവിശ്വാസം നീ ഞങ്ങളിലൂടെ ഒഴുക്കിടണേ. ജഗദീശ്വര ഞങ്ങൾ തൊഴുകൈകളോടെ കേഴുന്നു അങ്ങേ കടാക്ഷത്തിനായി. കൂട്ടായ്മയിലെന്നും അനുഗ്രഹം ചൊരിയുന്ന ത്രിലോകനാഥാനി കനിയേണമേ. ഈ ധന്യമായ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നത് തകജം 2022 കലാമേളയുടെ ജനറൽ കൺവീനറും UP സ്കൂൾ പ്രധാനാധ്യാപകനുമായ ശ്രീ അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ അവരുകളാണ്. ആദരപൂർവം ക്ഷണിക്കുന്നു. പ്രൗഢമായ വേദിക്കും ആദരണീയരായ സദസ്സിനും സ്നേഹവന്ദനം. സ്നേഹമുള്ളവരെ, 16ാമത് മുക്കം ഉപജില്ല ബാല്യകൗമാര കലോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. തിരുവാമ്പാടിയുടെ ജനകീയ ഉത്സവമായി തകജം 2022 ഇന്ന് ഈ രംഗവേദികളിൽ പൂർത്തിയായി. സേക്രഡ് UP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാലയത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിടുന്ന സമയം കൂടിയാണ്. 1947 ആരംഭിച്ച് 1948 അംഗീകാരം കിട്ടിയ വിദ്യാലയത്തെ സംബന്ധിച്ചോളം ഇത് പ്ലാറ്റിനം ജൂബിലി നിറവിലാണ്. ഈ ഒരവസരത്തിലാണ് തിരുവമ്പാടിയിലെ 4 വിദ്യാലയങ്ങളിലേക്ക് മുക്കം ഉപജില്ലാ കലോത്സവം 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുന്നത്. വലിയ ആകാംക്ഷയും ആകുലതകളും നിറഞ്ഞ ബുധനാഴ്ചയിൽ നിന്ന് ആത്മസംതൃപ്തിയുടെ അഭിമാനത്തിൻ്റെ വെള്ളിയാഴ്ചയിൽ നാം എത്തി നിൽക്കുകയാണ്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ 8 മണിക്ക് ഇവിടെ വരുമ്പോൾ ഈ മുറ്റം മുഴുവൻ ഒറ്റയ്ക്ക് അടിച്ചുവാരി കരികിലയും ചപ്പും ചവറും ചാക്കിൽ വാരിക്കൂട്ടുന്ന കൽപ്പക മുസ്തഫയെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിച്ചത്. ഇത് ഈ വിദ്യാലയത്തോടും തൊട്ടടുത്തുള്ള വിദ്യാലയങ്ങളോടും ഈ സമൂഹം കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലനത്തിൻ്റെ വിജയമാണ് 3 ദിവസങ്ങളിൽ നാം എല്ലാവരും ചേർന്ന് തിരുവാമ്പാടിയിൽ ആഘോഷിച്ചത്. പ്രദേശത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും വർഗത്തിനും വർണ്ണത്തിനുമെല്ലാം അപ്പുറം മനുഷ്യ സാഹോദര്യത്തിൻ്റെ ആശയങ്ങൾ ഉയർത്തിയ കലകൾ മാറ്റുരച്ച വേദിയാണ് നാം കണ്ടത്. അവിടെ നാം അറിയാതെ നാം എല്ലാം ഏകോദര സഹോദരങ്ങളായി. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ കയറി ഇറങ്ങി. ഈ വേദിയിലും നമുക്കവരെ എല്ലാം കാണാം. ഇതിനപ്പുറമുള്ള മനുഷ്യത്വത്തിൻ്റെ നഷ്ടമാകാത്ത മുഖത്തെ വീണ്ടും ഉണർത്തുക എന്ന സക്രിയമായ വിദ്യാഭ്യാസ ചിന്തയെ അതിവേഗം ഈ സമൂഹത്തിലേക്ക് ബാല്യകൗമാരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. കാലവും നിങ്ങളും അതിൻ്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഏറ്റവും ആദരണീയരായ മാനേജ്മെൻറ്റ് അധികാരികൾ, ബഹുമാനപ്പെട്ട വൈദികർ, ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ അധികാരികൾ, മുഴുവൻ സമയം ഇവിടെ നിന്ന് പഠനയിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഓംകാരനാഥൻ സാർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ അധികാരികൾ,
ബഹുമാന്യനായ DYSPയുടെ നേതൃത്വത്തിൽ, തിരുവമ്പാടി SHOയുടെയും SIമാരുടെയും നേതൃത്വത്തിൽ നിതാന്ത ജാഗ്രതയോടെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടുത്തെ ക്രമസമാധാന പാലനം, കൗമാരത്തിൻ്റെ വികാരങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ അവരെടുത്ത ഒരു ശ്രമം, തിരുവമ്പാടി ആരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഈ മേള ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തിരുവമ്പാടി അങ്ങാടിയിൽ അവരുടെ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ മേളയ്ക്ക് എല്ലാ ദിവസവും ഞങ്ങളോടൊപ്പം നിന്ന ആരോഗ്യ കേന്ദ്രം, ഇവിടുത്തെ ലിസ ഹോസ്പിറ്റലും ശാന്തി ഹോസ്പിറ്റലും ഒക്കെ ഉൾപ്പെടെയുള്ള ഞങ്ങളോട് സഹകരിച്ച ഹോസ്പിറ്റലുകൾ, നമ്മുടെ അഗ്നിശമന സേന, KSEB തൊട്ടടുത്താണ് ഓഫീസ്. എപ്പോഴും വിദ്യാലയത്തിൻ്റെ ഒരു വിളിക്കപ്പുറം ഞങ്ങളോട് എപ്പോഴും സഹകരിക്കുന്ന ഈ 3 ദിവസങ്ങളിലും ഇമ വെട്ടാതെ ഞങ്ങളെ കാത്ത വൈദ്യുത വകുപ്പ്, വലിപ്പച്ചെറുപ്പമില്ലാതെ ഒപ്പം നിന്ന് ഈ മേള വിജയിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഒത്തുകൂടിയ ഈ നാട്ടിലെ സുമനസ്സുകളായ പൗരസമൂഹം, തിരുവമ്പാടിയുടെ ജനമനസ്സ് എന്നും ഈ വിദ്യാലയങ്ങൾക്കൊപ്പമാണ്. സന്നദ്ധ പ്രവർത്തകരായ ഇരുവഞ്ഞി റെസ്ക്യൂ ടീം, രാഹുൽ ബ്രിഗേഡ്, വൈറ്റ് ഗാർഡ് തുടങ്ങിയ യുവത്വത്തിൻ്റെ കരുത്ത് കഴിഞ്ഞ 3 ദിവസങ്ങളിലെ ഭക്ഷണപ്പുരയിൽ സേവനമായി നാം കണ്ടു. തിരുവമ്പാടിയിലെ കച്ചവടക്കാർ, സഹകരണ പ്രസ്ഥാനങ്ങൾ, മറ്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രകാശ ശബ്ദ വിസ്മയം തീർത്ത VKS ഇപ്പോഴും ഇവിടെ സജീവമായി നിൽക്കുകയാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ പന്തലൊരുക്കി ആവശ്യമായ ഉപകരണങ്ങൾ നൽകി നമ്മളെ സഹായിച്ച സൂപ്പർ സൗണ്ട്സ് ഓമശ്ശേരി, രുചിമേളം ഒരുക്കി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത 3 സമൃദ്ധിയുടെ ദിനങ്ങൾ നമുക്ക് നൽകിയ വത്സൻ കാരമൂലയും അവരുടെ സംഘാംഗങ്ങളും, വിവിധ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടിയെ നല്ല ലയത്തിലും താളത്തിലും മുന്നോട്ട് നയിച്ച അധ്യാപക, അനധ്യാപക സംഘടനകൾ, അവരുടെ പ്രവർത്തകർ, മേളപ്പൂരത്തിൻ്റെ വാർത്ത തത്സമയം ഓൺലൈനായും മാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നൽകി ഈ ലോകം മുഴുവൻ തിരുവമ്പാടിയിൽ നടന്ന മുക്കം ഉപജില്ലാ കലാമേളയെ തകജം 2022 എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, കലോത്സവ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, ആദരണീയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് അവറുകൾ, സഹ ബോർഡ് മെമ്പർമാർ, ഈ ജനറൽ കമ്മിറ്റിയുടെ കൺവീനർമാരായ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്രീ വിപിൻ M. സെബാസ്റ്റ്യൻ സാർ, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സജിത് P. തോമസ് സാർ, ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ സാങ്ക്ട CMC, നമ്മുടെ ഉപജില്ലയിലെ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം, പ്രിൻസിപ്പൽസ് ഫോറം, ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം, അതിൻ്റെ സാരഥികൾ, പ്രിയപ്പെട്ട സന്തോഷ് മുത്തേടം സാർ, സജി ജോൺ സാർ, എൻ്റെ ഏറ്റവും അടുത്ത സഹകാരികളായ ദേവസ്യ സാർ, ഷമീർ സാർ, മറ്റ് പ്രധാനാധ്യാപകർ, ഈ സബ് ജില്ലയിലെ മുഴുവൻ അധ്യാപകർ, പ്രധാനാധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ, ഈ വിദ്യാലയത്തിലെ എൻ്റെ PTA MPTA കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ ചിന്തയ്ക്കും ഭാവനയ്ക്കും പ്രവൃത്തി രൂപം നൽകി ആരാധനയായി അധ്വാനത്തെ കൊണ്ടു നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, എല്ലാറ്റിനുമുപരി നിഴലും വെളിച്ചവുമായി താങ്ങും തണലുമായി ഒപ്പം നിന്ന പ്രിയപ്പെട്ട സഹോദരൻ AEO ഓംകാരനാഥൻ സാർ, എല്ലാവരോടും ഈ നാടിനോട് കടപ്പെട്ടിരിക്കുന്നു, തലകുനിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാട് മരിക്കും വരെ ഓർമ്മകൾ സൂക്ഷിക്കും എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിച്ചുകൊണ്ട് നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയിലെ 70-ലധികം സ്ഥാപനങ്ങളുടെ അധിപനും താമരശ്ശേരി രൂപത മെത്രാനുമായ മറെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവാണ്. സാമൂഹ്യ വിഷയങ്ങളിലും മാനുഷിക വിഷയങ്ങളിലും ജനപക്ഷത്ത് നിന്നുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മലയോര കുടിയേറ്റ ജനതയ്ക്ക് കാവലാളാകുന്ന ഏറ്റവും പ്രിയങ്കരനായ ബഹുമാന്യനായ മറെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫ് അവർകളാണ്. നമ്മുടെ ആദ്യ ദിവസത്തിൽ തന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. ചില വേദികളിലെല്ലാം കയറി ഉച്ചഭക്ഷണം വിശിഷ്ടാതിഥികൾക്കുള്ള ഇടത്തിൽ കൊടുക്കാൻ ഞാൻ ശ്രമിച്ചു. കുട്ടികൾക്കൊപ്പമാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് താഴെ ഭക്ഷണശാലയിൽ പോയി കുട്ടികൾക്കൊപ്പം അധ്യാപകർക്കൊപ്പം ഭക്ഷണം കഴിച്ച് ഈ മേളയുടെ ഒന്നാം ദിവസ രുചി ആസ്വദിച്ച് വെള്ളിയാഴ്ച വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നു പോവുകയാണ് ചെയ്തത്. നമ്മുടെ എല്ലാ സ്പന്ദനങ്ങളിലും ഓരോ നിമിഷവും ഫോൺ വിളിച്ചും അന്വേഷിച്ചും നമുക്ക് കരുത്ത് പകർന്ന ഈ നാടിൻ്റെ ജനപ്രതിനിധി ഏറ്റവും പ്രിയങ്കരനായ ലിൻഡോ ജോസഫിന് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട VP ജമീല അവർകൾ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ദിവസത്തേക്ക് ജമീല മാഡത്തെ നമ്മൾ നീക്കി വെച്ചതാണ്. പ്രൗഢമായ സദസ്സ് ഇന്നാണ്. അവിടെയാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട VP ജമീല അവർകൾ നമ്മളോടൊപ്പം ഇവിടെയുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹസാരഥികളുടെ ഒരാളായി ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആദരണീയയായ VP ജമീല അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വളരെ സൗഹാർദ്ദവും സ്നേഹവും സൗഹൃദവും സൂക്ഷിക്കുന്ന, ഒന്നിലധികം വേദികളിൽ ഒരുപാട് തവണ കാണാനിടയായ സൗമ്യ സാന്നിധ്യമാണ് ശ്രീ PT ബാബു അവർകൾ. മുക്കം മുനിസിപ്പൽ ചെയർമാൻ, യാതൊരു ഭാവങ്ങളുമില്ലാതെ എവിടെയും ജനകീയനായി ഞങ്ങൾക്കൊപ്പമുള്ള ശാസ്ത്രമേളകളുടെ മുക്കം ഓർഫനേജിലെ ശാസ്ത്രമേളയ്ക്കുൾപ്പെടെ നമ്മളോടൊപ്പം എപ്പോഴും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ PT ബാബു അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചോളം 2019 മേളയുടെ ആതിഥേയത്വം വഹിച്ച പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ ആ മേളയുടെ വിജയത്തിൻ്റെ ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. VP സ്മിത, നമ്മളോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിതയ്ക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദർശ് ജോസഫ്, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഉദ്ഘാടന സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ തിരക്ക് കൊണ്ട് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഈ വേദിയിൽ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി പുളിക്കാട്ട്, സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ കൂടിയാണ്. എല്ലാ ദിവസവും ഇവിടെയുണ്ട്, എല്ലാ സമയവും ഇവിടെയുണ്ട്. മേഴ്സി ചേച്ചിക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട അബ്ദുറഹിമാൻ, എന്നെ സംബന്ധിച്ചോളം ഈ വിദ്യാലയത്തിൻ്റെ രക്ഷിതാവ്, പൂർവ്വ വിദ്യാർത്ഥി, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, സ്നേഹപൂർവ്വം സ്വാഗതം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ വേദിയിലുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം. ഈ വാർഡിൻ്റെ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീമതി ലിസി അബ്രഹാം വേദിയിലുണ്ട്. ആദരപൂർവ്വം സ്വാഗതം. ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ, ഞങ്ങളെല്ലാം ചടുലമായി നയിക്കുന്ന, വളരെ സക്രിയമായ ചിന്തകൾക്ക് ഗുണപരമായി നേതൃത്വം നൽകുന്ന ഈ സബ് ജില്ലയുടെ ചാലകശക്തി, ഏറ്റവും പ്രിയങ്കരനായ AEO ഓംകാരനാഥൻ സാറിന് സ്വാഗതം. പ്രിൻസിപ്പൽസ് ഫോറത്തിൻ്റെ പ്രതിനിധി സന്തോഷ് മുത്തേടം സാർ വേദിയിലുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രബീഷ് സാറ് എത്തിയിട്ടില്ല എന്ന് കരുതുകയാണ്. ഡയറ്റ് പ്രതിനിധി ഓർക്കുന്നു. പ്രിയപ്പെട്ട ജോളി ഉണ്ണിയാപ്പള്ളിയിൽ സാറ് പുല്ലിരാമ്പാറ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററും പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനറുമാണ്. ഇന്നിവിടെ ഔദ്യോഗികമായ ഓവറോൾ ഫലപ്രഖ്യാപനം നടത്തുന്ന ജോളി സാറാണ്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട സിസ്റ്റർ സാങ്ക്ട CMC ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ശ്രീ വിപിൻ M സെബാസ്റ്റ്യൻ, പ്രിൻസിപ്പൽ, സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവാമ്പാടി, ശ്രീ സജി P തോമസ്, ഹെഡ് മാസ്റ്റർ, സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ തിരുവാമ്പാടി, സഹോദര സ്ഥാപനങ്ങളിലെ പ്രിയപ്പെട്ട 3 സ്ഥാപന മേധാവികളായ സുഹൃത്തുക്കൾക്കും സ്വാഗതം. PTA പ്രസിഡന്റുമാരായ UP സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാർ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റ്
ശ്രീ ജമീഷ് സെബാസ്റ്റ്യൻ ഇളംതുരുത്തിയിൽ, ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ PTA പ്രസിഡന്റ് ശ്രീ ജോസഫ് തോമസ് പുരയിടം, ഹയർ സെക്കൻഡറി സ്കൂളിലെ MPTA പ്രസിഡന്റ് ഷീജ സണ്ണി എന്നിവർ വേദിയിലുണ്ട്. ആദരപൂർവ്വം സ്വാഗതം. ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ഹെഡ് മാസ്റ്റർ കൂടിയായ ശ്രീ ജാബിർ KP വേദിയിലുണ്ട്. ആദരപൂർവ്വം സ്വാഗതം. വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി കുമാരി ആൻ തെരേസ സുരേഷ് സ്നേഹപൂർവ്വം സ്വാഗതം. വേദിയിൽ ആദരണീയരായ വ്യത്യസ്ത സംഘടനകളെ പ്രതിനിധീകരിച്ച് സിബി കുര്യാക്കോ സാർ, അജീഷ് വി സാർ, ഷംസുദ്ദീൻ സാർ, ശ്രീജിത്ത് വി സാർ, ഇസഹാഖ് സാർ എന്നിവരുണ്ട്. സ്വാഗതം. ഈ പരിപാടിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് റിസപ്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ഈ വിദ്യാലയത്തിലെ അധ്യാപകനുമായ ശ്രീ അബ്ദുൾ റഷീദ് സാറാണ്. ആദരപൂർവ്വം സ്വാഗതം. സ്നേഹമുള്ളവരെ, ഈ പരിപാടി ആകാംക്ഷയോടെ കാണാൻ ഈ 3 ദിവസങ്ങളിലെ മത്സരവേദിക്ക് ഇമ്പവും താളവും സൗകുമാര്യതയും പകർന്ന് ഇതിനെ മനോഹരമാക്കി ആവേശ പോരാട്ടത്തിനൊടുവിൽ ട്രോഫികൾ ഉയർത്താൻ കാത്തുനിൽക്കുന്ന, വിജയപ്പട്ടമണിഞ്ഞ വിജയകിരീടത്തിനായി കാത്തുനിൽക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, അധ്യാപകർ, ടീം മാനേജർമാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദിയിൽ ആദരിക്കപ്പെടുന്ന ചില വ്യക്തികളുണ്ട്. ഞാൻ ഓർക്കാതിരുന്നിട്ടല്ല, ആ സമയത്ത് അവരുടെ പേരുകൾ അനൗൺസ് ചെയ്യും. സമയം കുറയ്ക്കാമല്ലോ എന്ന് കരുതിയാണ്. 7 വ്യക്തികൾ നമ്മളോട് സഹകരിച്ച സ്ഥാപനങ്ങൾ ഇവിടെ ആദരിക്കപ്പെടുന്നു. അവർ ആ സമയത്ത് പറയും, ആദരിക്കും എന്നറിയിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നല്ല ദിവസങ്ങൾ തിരുവമ്പാടിക്ക് സമ്മാനിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ആമുഖ ഭാഷണത്തിനായി മുക്കം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ഈ സംഘാടക സമിതിയുടെ ട്രഷററും ഈ മേളയുടെ സ്പന്ദനങ്ങളിൽ മിടിപ്പേവുകയും ചെയ്ത ശ്രീ ഓംകാരനാഥൻ സാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരെ, സദസ്സിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവമ്പാടി പ്രദേശത്തിൻ്റെ ഹൃദയ നൈർമല്യം പോലെ നമ്മുടെ കാലാവസ്ഥ പോലും, മഴ പോലും മാറി നിന്ന് നമ്മെ സംരക്ഷിച്ച് നിർത്തിയ ഒരു പ്രത്യേകമായ നിറവിൻ്റെ നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ ഔദ്യോഗിക ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് വിവിധ മേളകൾ വിജയിപ്പിക്കുക എന്നതാണ്. ജനകീയ പിന്തുണയോടുകൂടി വിവിധങ്ങളായ സംവിധാനങ്ങൾ കോർത്തിണക്കി ഒരു പരാതിയുമില്ലാതെ അവസാനിപ്പിക്കുക എന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് നിൽക്കുന്നത് എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കട്ടെ. അതിന് ഈ മലയോര ജനതയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ആമുഖ ഭാഷണമാണ് ഇന്ന് എൻ്റെ ചുമതല. എന്നാൽ കലോത്സവത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും സംബന്ധിച്ച് വളരെ വിശദമായി ഉദ്ഘാടന സെഷനിൽ പരാമർശിച്ചതിനാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ സവിശേഷമായ സന്ദർഭത്തിൽ എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദിയും കടപ്പാടും അറിയിക്കാനാണ് ഈ സമയം ഞാൻ പ്രയോജനപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ജീവനുള്ള, സർഗാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ പോലെ വളരെ കൃത്യതയോടുകൂടി വിശ്രമമില്ലാതെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി നിലകൊണ്ട ആയിരക്കണക്കിന് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സദസ്സിൻ്റെ മുന്നിലിരുന്ന്
ട്രോഫികൾ ഏറ്റുവാങ്ങാൻ വന്ന വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഖത്ത് വിരിയുന്ന പുഞ്ചിരി എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. സ്വാഗത സംഘം രൂപീകരിച്ച അന്ന് മുതൽ ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. രക്ഷാധികാരികളായിട്ടുള്ള ആളുകൾ, ആദരണീയനായിട്ടുള്ള MP, ആദരണീയനായിട്ടുള്ള MLA ശ്രീ ലിൻഡോ ജോസഫ് അവർകൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ശ്രീ ബോസ് ജേക്കബ്, ശ്രീമതി VP ജമീല, നമ്മളുടെ ഉപജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീമതി VP സ്മിത ടീച്ചർ, ശ്രീ ആദർശ് ജോസഫ്, ശ്രീമതി ഷംലുലത്ത് മേഡം, ശ്രീ മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ PT ബാബു അവർകൾ, അതുപോലെ ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണായിട്ട് നിരന്തരമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി പുളിക്കാട്, സംഘാടക സമിതിയുടെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരായിട്ടുള്ള ശ്രീ KA അബ്ദുറഹ്മാൻ, ശ്രീ KK ദിവാകരൻ, ശ്രീ C ഗണേഷ് ബാബു, ശ്രീ രാമചന്ദ്രൻ കരിമ്പിൽ, ശ്രീ സുനിൽ ഖാൻ, ശ്രീ സണ്ണി TJ, ശ്രീ ഹംസ PP, ശ്രീ തോമസ് KM, ശ്രീ റോബി തോമസ്, ശ്രീ ബെന്ന ചേന്നമംഗല്ലൂർ, അതിൻ്റെ കൺവീനർമാരായിട്ടുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ ശ്രീ ജോളി ജോസഫ്, ശ്രീ ഹാഷിദ്, ശ്രീ അബ്ദുൽ ഗഫൂർ, ശ്രീ ജാബിർ, ശ്രീ ദിലീപ് മാത്യു, ശ്രീ അബ്ദുൾ റഷീദ്, ശ്രീ ജുമാൻ, ശ്രീമതി ചിപ്പിരാജ്, ശ്രീ അബ്ദുറബ്, ശ്രീ വിജു അമൃതനാഥൻ, ശ്രീമതി തങ്കം തോമസ്, ശ്രീ റോയ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റികളാണ് ഇതിൻ്റെ പിന്നിൽ സജീവമായിട്ട് പ്രവർത്തിച്ചത്. ആ കമ്മിറ്റിയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഭക്ഷണ കമ്മിറ്റി മുതൽ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി വരെ നീളുന്ന വിവിധ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും നിങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഞാൻ അത് സമയമെടുത്തുകൊണ്ട് ഓരോന്നും വിശദീകരിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കാനായി ഒറ്റക്കെട്ടോടെ ഒരു മനസ്സോടെ പ്രവർത്തിച്ചിട്ടുള്ള ജനറൽ കൺവീനർ ശ്രീ അഗസ്റ്റിൻ സാർ, കൺവീനർമാരായിട്ടുള്ള പ്രിൻസിപ്പൽ ശ്രീ വിപിൻ സാർ, ഹെഡ് മാസ്റ്റർ ശ്രീ സജി സാർ, ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ HM സിസ്റ്റർ സാങ്ക്ട സിസ്റ്റർ, തോമസ് നാഗപറമ്പിൽ ഫാദറിൻ്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റി, UP സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാർ, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി PTA പ്രസിഡന്റ് ശ്രീ ജമീഷ് സെബാസ്റ്റ്യൻ ഇളംതുരുത്തിയിൽ, ഇൻഫന്റ് ജീസസ് സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ജോസഫ് തോമസ് പുരയിടം, സെക്രട്ടറി ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ MPTA പ്രസിഡന്റ് ചെയർപേഴ്സൺ ശ്രീമതി ശ്രീജ സണ്ണി, UP സ്കൂൾ MPTA ചെയർപേഴ്സൺ ശ്രീമതി സബിത എന്നിവർക്കും നന്ദി. തിരുവമ്പാടി പ്രദേശത്തെ രാഷ്ട്രീയ വർഗ ബഹുജന സംഘടനകൾക്ക്, യുവജന പ്രസ്ഥാനങ്ങൾക്ക്, കലാ സാംസ്കാരിക പ്രവർത്തകർക്ക്, തിരുവമ്പാടിയിലെ ഓരോ വ്യക്തികൾക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ 3 വിദ്യാലയങ്ങളിലെയും പ്രിയപ്പെട്ട അധ്യാപകർ, വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല, നിറഞ്ഞ ചിരിയോട് കൂടിയിട്ട് ഒരു തരത്തിലുള്ള അനിഷ്ടവും കാണിക്കാതെ ഭക്ഷണശാല മുതൽ മേക്കപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വിവിധ ടോയ്ലറ്റുകളുടെ ഓരോ ഇടങ്ങളിലും അവരുടെ കണ്ണും കരവും ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അത് അനുഭവിച്ചതാണ്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർ നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് നിറസാന്നിധ്യമായി ഇവിടെ എല്ലായിടത്തും നിറഞ്ഞു നിന്നതിന് മറ്റ് അധ്യാപകർ, സ്കൗട്ടിൻ്റെയും JRCയുടെയും NSSൻ്റെയും ഗൈഡ്സിൻ്റെയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അനധ്യാപക ജീവനക്കാർ എല്ലാവർക്കും നന്ദി. പ്രിൻസിപ്പൽ ഫോറം കോർഡിനേറ്റർ ശ്രീ സന്തോഷ് മൂത്തേടം, ഹൈസ്കൂൾ HM ഫോറം ശ്രീ സജി ജോൺ, എല്ലാ വിദ്യാലയങ്ങളിലെയും പ്രിൻസിപ്പൽമാർ, ഹെഡ് മാസ്റ്റർമാർ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്നിവർക്കും നന്ദി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ
സജീവമായ സാന്നിധ്യം കൂടിയാണ് ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും മനസ്സമാധാനത്തോടും കൂടി നമ്മളിവിടെ ഇരിക്കാനുള്ള കാരണം. ആ ഞങ്ങളുടെ കൂടെ നിന്ന്, സഹോദരരെ പോലെ കൂടെ നിന്ന് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച പോലീസ് സേനയിലെ, ആരോഗ്യ വകുപ്പിലെ, KSEB, ഫയർഫോഴ്സ് വകുപ്പിലെ എല്ലാ ഓഫീസർമാരോടും ഞങ്ങളുടെ കടപ്പാട് അറിയിക്കട്ടെ. നല്ല നിർദ്ദേശങ്ങളും ക്രിയാത്മകമായ ഇടപെടലുകളും കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട പത്രപ്രവർത്തകർ, ദൃശ്യ മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം ഒരു AEO എന്നുള്ള നിലയ്ക്ക് എൻ്റെ കൂടെ നിന്ന എല്ലാ പരിമിതികളും അതിജീവിക്കാൻ പ്രേരിപ്പിച്ച ശക്തമായിട്ടുള്ള പിന്തുണയായി നിന്ന ഓഫീസിലെ AEO ഓഫീസിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് നന്ദി. ഉപജില്ലയിലെ ഓരോ വിദ്യാലയത്തിൽ നിന്നും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള ആവിഷ്കാരങ്ങൾ നടത്തി ആസ്വാദക മനസ്സുകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട കലാപ്രതിഭകളെ, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ജില്ലാ സംസ്ഥാന മേളകളിലേക്കും നിങ്ങൾക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം സ്കൂൾ തലങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്ത ഒരുപക്ഷെ ഇവിടെ എത്തിയിട്ടില്ലാത്ത എല്ലാ കുരുന്നുകൾക്കും എൻ്റെ നന്ദി. ഇനി ഈ പ്രദേശത്തിലെ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ വിദ്യാർത്ഥികൾക്കും, രക്ഷിതാക്കൾക്കും, ഡാൻസും ഉൾപ്പെടെയുള്ള വിവിധ കലാരൂപങ്ങൾ പഠിപ്പിച്ച അധ്യാപകർക്കും, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു ടീം സ്പിരിറ്റോടു കൂടി നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഈ സായാഹ്നം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും, ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും, ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടിയിട്ട് അവർക്കും ഈ സന്ദർഭത്തിൽ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നന്ദിയും കടപ്പാടും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. ഈ മഹാസംഗമത്തിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് താമരശ്ശേരി രൂപതയുടെ ബിഷപ്പും താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ അധ്യക്ഷനുമായ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ അവറുകളാണ്. ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. മുക്കം ഉപജില്ല കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ MLA ശ്രീ ലിൻഡോ ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഉപജില്ലാ കലോത്സവം കൊടിയിറങ്ങുന്നത്. ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. 70-ലധികം സ്കൂളുകൾ, 7000-ഓളം കുഞ്ഞുങ്ങൾ, 300-ഓളം ഇനങ്ങൾ. കഠിനാധ്വാനമാണ് ഇവരെല്ലാവരെയും ഒരു ചരടിൽ കോർത്ത് ഒരു ഹൃദയവും ഒരാത്മാവും എന്നതുപോലെ പ്രവർത്തിക്കുവാനും ഇത് വൻ വിജയമായി മാറ്റുവാനും സാധിച്ചത്. ഈശ്വരാനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് കൃതജ്ഞതയർപ്പിക്കാം. ഈ അന്തരീക്ഷം വളരെ മനോഹരമായിരുന്നു. മഴയെല്ലാം മാറി നിന്നു. വളരെ അനുഗ്രഹപ്രദമായൊരു അന്തരീക്ഷത്തിൽ കൊടിയിറങ്ങുമ്പോൾ നമുക്ക് കൃതജ്ഞതയർപ്പിക്കുവാൻ എത്രയോ മനസ്സുകളാണുള്ളത്. ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏറെ പ്രത്യേകമായി ഈ ഒരു വലിയ മേള ആരംഭം മുതൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ അഗസ്റ്റിൻ സാറിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ, കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തിയ നല്ലൊരു കയ്യടി അദ്ദേഹത്തിന് നൽകാം. ഈ ഒരു വർഷത്തോടുകൂടി അദ്ദേഹം അധ്യാപന രംഗത്തുനിന്ന് താൽക്കാലികമായിട്ട് വിരമിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ഹംസഗാനം എന്നതുപോലെ നമുക്കായിട്ട് മനോഹരമായി നിരവധി പ്രോഗ്രാമുകൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന് വലിയ ആത്മസംതൃപ്തി
ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിനോട് ഹൃദയത്തിൽ നന്ദി സൂക്ഷിക്കാം. വളരെ മനോഹരമായി എല്ലാം ക്രമീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നമ്മുടെ പ്രിയങ്കരനായ AEOയുടെ നിർദ്ദേശം, ശ്രീ ഓംകാരനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച കൺവീനർമാർ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ വിപിൻ, ഹെഡ് മാസ്റ്റർ ശ്രീ സജി സാർ, ഇൻഫൻറ്റ് ജീസസ് ഹൈസ്കൂൾ ഹെഡ് മിസ്സസ് സാങ്ക്ട മരിയ സിസ്റ്റർ, കൂടെ പ്രവർത്തിച്ച പ്രവർത്തകർ, എല്ലാവരോടുമുള്ള കൃതജ്ഞത ഞങ്ങളെല്ലാവരുടെയും പേരിൽ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. ഈ ഒരു വിജയം സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായിട്ടുള്ളതല്ല, ഒരു നാടിൻ്റെ വിജയമാണ്. എത്രയോ ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചപ്പോഴാണ് നാടിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ അടയാളമായി ഇവിടെ കൊടിയിറങ്ങുക ഈ കലാമേള. ഇത് ഭാവിയെ വളരെയധികം പ്രത്യാശ നൽകുന്നതാണ്. ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ്, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുക, അത് ഈ നാടിൻ്റെ ഐശ്വര്യമാണ്. നമ്മുടെ നാടെന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഏറെ പ്രത്യേകിച്ച് കലാമേള എന്നും ഹൃദയത്തിന് സന്തോഷം നൽകുന്നതാണ്. അത് അനശ്വരമാണെന്ന് നമുക്കറിയാം. മഹാനായ ജോൺ കീറ്റ്സ്, അദ്ദേഹം നിത്യതയിലേക്ക് കടന്നുപോയിട്ട് 200 വർഷങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹം രചിച്ച മനോഹരമായൊരു കവിതയുണ്ട്, ഓഡ് ഓൺ ഗ്രേഷ്യൻ ഏൺ, ഒരു മനോഹരമായ പൂപ്പാത്രം. ആ പൂപ്പാത്രത്തിൽ ഉണ്ടായിരുന്ന ചിത്രങ്ങളെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ബ്യൂട്ടി. മനോഹരമാണ്. ആ വാക്കുകൾ എല്ലാ കാലത്തേക്ക് നിൽക്കുകയാണ്. 200 വർഷങ്ങൾ കഴിയുമ്പോഴും അത് നിലനിൽക്കും. അതാണ് കുട്ടികൾ, ഈ 7000-ഓളം കുട്ടികൾ ഇവിടെ മാറ്റുരയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ നൽകുന്ന സംഭാവന നൂറ്റാണ്ടുകൾ നിലനിൽക്കുകയാണ്. അദ്ദേഹം ആ പൂപ്പാത്രത്തിൽ, ജോൺ കീറ്റ്സ് ആ പൂപ്പാത്രത്തിലുള്ള 3 ചിത്രങ്ങൾ, അതാരോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരച്ച ചിത്രങ്ങളാണ്. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. അതിൽ ഒന്നാമത്തെ ചിത്രമായിട്ട് ഒരു ഓടക്കുഴൽ വായിക്കുന്ന ഗായകനാണ്. അദ്ദേഹം, ജോൺ കീറ്റ്സ് പറയുകയാണ്, ഈ ഗായകൻ ഇനിയും അനശ്വരമായ ഗാനങ്ങൾ അതിൽ നിന്ന് എത്രയോ ഒഴുകും എപ്പോഴും. അത് ആസ്വദിക്കുന്നവരുടെ മനസ്സനുസരിച്ച് നിരന്തരം ഒരിക്കലും അനശ്വരമായിട്ട് അതിൽ നിന്ന് സംഗീതം ഉയരുമെന്ന് അദ്ദേഹം പറയുകയാണ്. വീണ്ടും ബലിയർപ്പിക്കുന്നതിന് വേണ്ടി ഒരു കാളയെ കൊണ്ടുപോകുന്ന ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ഒരു ചിത്രം അതിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, അവർ ഗ്രാമത്തിൽ നിന്ന് പോയി, ഇനി ഒരിക്കലും അവർ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയില്ല. മൂന്നാമത്തെ ചിത്രം, കമിതാക്കൾ ഒരുമിച്ച് സ്നേഹം പങ്കിടുകയാണ്. ആ സ്നേഹം പങ്കിടുന്ന ചിത്രത്തെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, അവരുടെ സ്നേഹം പങ്കിടുന്നത് അനശ്വരമാണ്, ഒരിക്കലും അത് അവസാനിക്കുകയില്ല എന്ന്. അതിനുശേഷം അദ്ദേഹം നൽകുന്ന സന്ദേശം, ഈ കലാരംഗം എന്നും അനശ്വരമാണ്, അത് മനോഹരമാണ്, ആ മനോഹാരിത അവസാനിക്കുന്നില്ല എന്ന്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, ഈ കലാവാസനയാണ് എല്ലാ കാലത്തും നിലനിൽക്കുക. നിങ്ങൾ വലിയ സംഭാവന സമൂഹത്തിന് നൽകേണ്ടവരാണ്, നൽകാൻ കഴിയുന്നവരാണ്. നിങ്ങളിൽ ദൈവം നൽകിയ ഈ അമൂല്യമായ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ഈ സമൂഹത്തിന് അനശ്വരമായിട്ട് അത് നൽകുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്കേവർക്കും പ്രിയങ്കരനായ രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങൾക്ക് എന്നെങ്കിലും മരണമുണ്ടോ? ഒരിക്കലും മരണമില്ലല്ലോ. അതുപോലെ നിങ്ങളുടെ സംഭാവനകൾക്കും ഒരിക്കലും മരണമുണ്ടാകുകയില്ല. അത് സ്നേഹത്തിൻ്റേതാണ്, സംവാദത്തിൻ്റേതാണ്, കൂട്ടായ്മയുടേതാണ്, ഒരുമിച്ചുള്ള മുന്നേറ്റത്തിൻ്റേതാണ്. നിങ്ങൾക്ക് ഈ കുഞ്ഞ് ഹൃദയങ്ങൾക്ക് വലിയ സംഭാവന ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ, ഒരേ മനസ്സോടുകൂടി ഐക്യത്തോടുകൂടി എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫ് അവറുകളാണ്. ആദരപൂർവം ക്ഷണിക്കുന്നു. ഇത്രയും സ്നേഹം നിറഞ്ഞ താമരശ്ശേരി രൂപതയുടെ ബഹുമാന്യം ആരാധനമായ മെത്രാൻ,
മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പിതാവ്, വേദിയിലിരിക്കുന്ന മുക്കം നഗരസഭയുടെ ബഹുമാന്യം ആരാധനമായിട്ടുള്ള ചെയർമാൻ ശ്രീ PT ബാബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി VP സ്മിത, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി മേഴ്സി പുള്ളിക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി VP ജമീല, നമ്മുടെ ഈ കലോത്സവത്തിൻ്റെ ജനറൽ കൺവീനറായിട്ടുള്ള അഗസ്റ്റിൻ മാഷ്, പ്രിയപ്പെട്ട ഓംകാരനാഥൻ മാഷ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ, സ്നേഹം നിറഞ്ഞവർ, മുക്കം ഉപജില്ലാ കലോത്സവം കഴിഞ്ഞ 14-ാം തീയതി ആരംഭിച്ച് 18-ാം തീയതി ഇന്ന് സമാപിക്കുകയാണ്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ കുട്ടികളുടെ കലാമാമാങ്കം വിവിധങ്ങളായിട്ടുള്ള കലാലയങ്ങളിൽ അരങ്ങേറുന്നത്. മുക്കം വിദ്യാഭ്യാസ ഉപജില്ലയിൽ ഓർഫനേജ് സ്കൂളിൽ വെച്ചിട്ടാണ് ശാസ്ത്രോത്സവം സംഘടിപ്പിക്കപ്പെട്ടത്. പുലിരാമ്പാറ സ്കൂളിൽ വെച്ചിട്ടാണ് സ്കൂൾ കായികമേള സംഘടിപ്പിച്ചത്. ഇപ്പോൾ തിരുവമ്പാടിയിൽ വെച്ച് കലാമേളയുടെ സമാപനം കുറിക്കുകയാണ്. MLA എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മണ്ഡലത്തിൽ 2ാമത്തെ ഉപജില്ലാ കലോത്സവമാണ് നടക്കുന്നത്. താമരശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലയുടെ കലോത്സവം നടന്നത് കോടഞ്ചേരി സ്കൂളിൽ വെച്ചിട്ടാണ്. തീർച്ചയായും 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ നാടിൻ്റെ മനസ്സുണർത്തി നടത്തിയിട്ടുള്ള ഈ കലാമാമാങ്കം തീർച്ചയായിട്ടും എനിക്ക് മുമ്പേ സംസാരിച്ചവരെല്ലാം സൂചിപ്പിച്ചതുപോലെ ജാതിമത ചിന്തകൾക്കപ്പുറം മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. കലയുടെ വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. ഈ നാട്ടിലുണ്ടാവുന്ന എല്ലാ തെറ്റായ പ്രവണതകളെയും വളരെ വേഗത്തിൽ വരച്ചു കാണിക്കാൻ വേണ്ടി കഴിയുന്നത് കലയിലൂടെയാണ്. ഇന്ന് ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൊടിയത്തൂർ സ്കൂളിൽ ഒരു ചടങ്ങിൽ ഞാൻ പോയി. അവിടെ ഒരു ചെറുപ്പക്കാരൻ ചെറിയ ഒരു കുരങ്ങുമായി, ഒരു ചെറിയ പാവയുമായി ഒരു പ്രവർത്തനം സംഘടിപ്പിച്ചു. കിട്ടി ഷോ എന്നാണ് അതിൻ്റെ പേര്. തൻ്റെ തോളത്ത് കിടക്കുന്ന പാവയിലൂടെ കുട്ടികളോട് സംവദിക്കുന്ന ഒരു മനുഷ്യൻ. 1 മണിക്കൂർ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികരോ സംസാരിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് തൻ്റെ കയ്യിലിരിക്കുന്ന പാവയിലൂടെ തന്നെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് ആ കലാകാരൻ സംവദിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ കലാപാരമ്പര്യം എടുത്ത് പരിശോധിച്ചാൽ VT ഭട്ടതിരിപ്പാട് ഒരു നാടകം നിർമ്മിക്കുകയുണ്ടായി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞൊരു നാടകം. ആ നാടകം മുതൽ അതിനു മുമ്പുണ്ടായിരുന്ന കലാരൂപങ്ങൾ മുതൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന കലകൾ വരെ എല്ലാ കലകളും മനുഷ്യരോട് സംവദിക്കുന്നുണ്ട്. ഓരോ കലാരൂപങ്ങൾക്കും വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയുന്നത് അത്രയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വളരെ വേഗത്തിൽ അവതരിപ്പിച്ച് കാണിക്കാൻ, വളരെ വേഗത്തിൽ സംവദിക്കാൻ വേണ്ടി കഴിയുന്ന വലിയൊരു ഉപകരണമാണ് കല. സ്പോർട്സിന് മറ്റൊരു പ്രത്യേകതയാണ്. രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് നിന്ന് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ കഴിയുന്ന വലിയ ഒരായുധമാണ് സ്പോർട്സ്. നിങ്ങൾ കണ്ടില്ലേ, അന്ന് ഖത്തറിൽ നടക്കുന്ന വേൾഡ് കപ്പിന് വേണ്ടി മത്സരബുദ്ധിയോടുകൂടി ബ്രസീലിനു വേണ്ടിയും അർജൻറ്റീനയ്ക്ക് വേണ്ടിയും പോർച്ചുഗലിന് വേണ്ടിയും ഫ്രാൻസിന് വേണ്ടിയും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികളാണ്. അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു വരാൻ വേണ്ടി കഴിയുന്ന വലിയ സ്വാധീനം ഇത്തരം കലാകായിക മത്സരങ്ങൾക്കുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. തിരുവമ്പാടിയുടെ ഈ ഹൃദയത്തിൽ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പ്രതികൂലമായിരുന്ന കാലാവസ്ഥയായിരുന്നു 4-5 ദിവസങ്ങൾക്ക് മുമ്പ്. അതെല്ലാം മാറി നിന്നുകൊണ്ട് 2 വർഷങ്ങൾക്കിപ്പുറം സംഘടിപ്പിക്കപ്പെടുന്ന കലാമാമാങ്കം എന്ന നിലയിൽ പ്രകൃതി പോലും നമ്മളോട് കൂടെ നിന്നുകൊണ്ട് ഈ കലാമാമാങ്കം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അഗസ്റ്റിൻ മാഷ് ഇവിടെ സംസാരിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്ന സമയത്ത് 1 വർഷം 5 കലോത്സവങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരു കൺവീനറായി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാലിക്കറ്റ് സർവകലാശാലയുടെ സോണൽ കലോത്സവത്തിൻ്റെയും ഇൻ്റർസോൺ കലോത്സവത്തിൻ്റെയും ഇൻ്റർ ITI, ഇൻ്റർ പോളി, മെഡിക്കൽ സർവകലാശാല, ഈ 5 കലോത്സവങ്ങളുടെയും
കൺവീനറായി 1 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു വ്യക്തിയാണ്. കലോത്സവം സംഘടിപ്പിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയോടുകൂടി നടപ്പിലാക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായൊരു പ്രവർത്തനമാണ്. ഇന്ന് വളരെ ആത്മസംതൃപ്തിയോടുകൂടിയായിരിക്കും ഈ വേദിയിലിരിക്കുന്ന അഗസ്റ്റിൻ മാഷും ഓംകാരനാഥൻ മാഷും ഈ വേദിയിലിരിക്കുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ചെയർമാൻ ഉൾപ്പെടെയുള്ള മേഴ്സി ചേച്ചി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്ന ആ ആത്മസംതൃപ്തിയോടുകൂടിയായിരിക്കും. നമുക്കത് മനസ്സിലാകും. കാരണം ആയിരക്കണക്കിന് കുട്ടികൾ ഒഴുകി വരുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു കുറവുമുണ്ടാകാതെ വളരെ ഭംഗിയോടുകൂടി അവരുടെ മത്സരങ്ങൾ, അവരുടെ പെർഫോമൻസ് അവരുടെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയണം. വൈദ്യുതി ഒന്ന് മുടങ്ങിപ്പോയാൽ ആ പെർഫോമൻസിന് കോട്ടം തട്ടും. അപ്പോഴെന്താണ്? ആ ശ്രദ്ധയുണ്ടാവണം. ഭക്ഷണം നല്ല രൂപത്തിലല്ല വിളമ്പിയത് എങ്കിൽ, അല്ലെങ്കിൽ സർവ് ചെയ്തത് എങ്കിൽ, ഭക്ഷണത്തിന് എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ ഈ കലാമാമാങ്കം വലിയ മോശമായ നിലയിലേക്ക് പോകും. ഇവിടെ വൈദ്യുതി കൃത്യമായി കൊടുക്കുന്ന ആളുകൾ കൃത്യമായി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ക്രമസമാധാനം കൃത്യമായിട്ടല്ല എങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടവരാണ് ഇവർ. പ്രത്യേകിച്ചൊരു മഴ പെയ്താൽ എങ്ങനെയാണ് ഈ കലോത്സവം സംഘടിപ്പിക്കുക? മഴ പെയ്ത് കഴിഞ്ഞാൽ കുട്ടികളെ എങ്ങോട്ട് മാറ്റും? വരുന്ന കുട്ടികളെ എങ്ങനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും? ഇതെല്ലാം ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ തലയിൽ വലിക്കുന്ന വലിയ ഭാരം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ വേദിയിൽ എനിക്ക് അഭിനന്ദിക്കാനുള്ളത് ഈ മുക്കം ഉപജില്ലയിലെ കീഴിലുള്ള അധ്യാപകരെയാണ്. അവരാണ് ഈ കുട്ടികളെല്ലാം ചേർത്ത് നിർത്തി ഈ കലാമാമാങ്കത്തിൻ്റെ ഭാഗമായി അവരെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഈ വലിയ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവരെ എല്ലാം ചേർത്ത് നിർത്തുന്നവരാണ്. അവിടെ വലിയ പരിശ്രമമാണ്. അതിൻ്റെ ഒരു അവസാനത്തെ റിസൾട്ടാണ്. ഇവിടെ വേദിയിൽ വന്ന് ഞങ്ങളൊക്കെ വന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്ത് ഉദ്ഘാടന പ്രസംഗം നടത്തി പോകുന്നു എന്ന് മാത്രം. പക്ഷേ അതിൻ്റെയൊക്കെ യഥാർത്ഥ അവകാശികൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അധ്യാപകരുടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതൊരു വലിയ കഠിനാധ്വാനം തന്നെയാണ് എന്നുള്ള വലിയ അറിവ് തീർച്ചയായിട്ടും ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ഇവിടെ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും വരും നാളുകളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കലാമാമാങ്കം നമുക്ക് സമ്മാനിച്ചത് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒന്നിപ്പ് നമ്മുടെ നാടിൻ്റെ വലിയ ഉയർച്ചയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും മുക്കം ഉപജില്ലാ കലോത്സവം ഏറ്റവും പ്രൗഢമായി, ഏറ്റവും നന്നായി, കുറവുകളൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ അഗസ്റ്റിൻ മാഷ് വന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ പേര് ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം രാവിലെ കടന്നു വരുമ്പോൾ ഈ സ്കൂളിനകത്ത് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് നിലത്ത് വീണിട്ടുള്ള പേപ്പറുകൾ പെറുക്കി ബാസ്ക്കറ്റിലേക്ക് ഇടുന്ന ഒരു മനുഷ്യൻ്റെ പേര് പോലും ഇവിടെ ഓർമ്മിക്കപ്പെട്ടു. എന്ന് പറയുന്നത് പോലെ നമ്മുടെ കണ്ണിൽ പോലും കാണാതിരിക്കുന്ന ധാരാളം ആളുകൾ. നേരത്തെ അഗസ്റ്റിൻ മാഷ് സൂചിപ്പിച്ചു, കലോത്സവത്തിൻ്റെ ഭാഗമായി ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ തീ തിളയ്ക്കുന്ന സാമ്പാറിൻ്റെയും ചോറിൻ്റെയും മുന്നിൽ എന്താണ് ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യർ, കുട്ടികൾ കഴിച്ച പാത്രങ്ങൾ കഴുകുന്ന രക്ഷിതാക്കൾ, അവിടെ സമചിത്തതയോടുകൂടി കൃത്യമായി കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുത്തിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ മിടുക്കന്മാർ, അങ്ങനെ ഒരുപാട് പേരുടെ കഠിനാധ്വാനം ഈ കലോത്സവത്തിൻ്റെ പിന്നിലുണ്ട്. ആ കലോത്സവം ഏറ്റവും ഭംഗിയായി ചിട്ടയോടുകൂടി സംഘടിപ്പിക്കാൻ ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് ചുക്കാൻ പിടിച്ച് എല്ലാവരെയും ഏറ്റവും ആത്മാർത്ഥമായി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ കലാപ്രതിഭകളുടെയും അധ്യാപകരുടെയും എൻ്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും അനുവാദത്തോടു കൂടി ഔപചാരികമായി നമ്മുടെ മുക്കം ഉപജില്ലാ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു. ആശംസകളാണ്. അതിനു മുമ്പ് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോടൊരപേക്ഷ. നമുക്ക് അല്പസമയം ശാന്തമായി നമ്മുടെ വിശിഷ്ടാതിഥികളെ കേൾക്കാം. അതുകൊണ്ട് ശാന്തരായി വിശിഷ്ടാതിഥികളെ കേൾക്കാൻ നിങ്ങൾ സജ്ജരാകണമെന്ന് അറിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി VP ജമീല ആശംസകൾ നേരുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ താമരശ്ശേരി രൂപതയുടെ ഫാദർ, അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട MLA, നമ്മുടെ മുക്കം നഗരസഭയുടെ ചെയർമാൻ, മറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ,
അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നമ്മുടെ AEO അടക്കമുള്ള പ്രിൻസിപ്പൽ, പ്രധാന അധ്യാപകർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മാസം 14-ാം തീയതി തുടക്കം കുറിച്ചിട്ടുള്ള ഇന്ന് അവസാനിക്കുന്ന നമ്മുടെ ഈ കലാമേള, നമുക്കറിയാം 2 വർഷത്തോളം കാലം കോവിഡിൻ്റെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും മറികടന്നുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ ഓണമാണെങ്കിലും അതുപോലെ തന്നെ കലോത്സവമാണെങ്കിലും വളരെ ഗംഭീരമായ രീതിയിൽ ഇവിടെ നടത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്കറിയാം. മുന്നേ സംസാരിച്ചിട്ടുള്ള പല ആളുകളുടെയും സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കലോത്സവം നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ പല രീതിയിലുള്ള കലാ കഴിവുകളും നമുക്ക് ഇതിലൂടെ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കലയെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശം നമ്മുടെ ഈ ഒരു കലാമേള കൊണ്ട് നമുക്കുണ്ട്. നമുക്കറിയാം ഇനി ജില്ലാ തലത്തിലും അതുപോലെ സംസ്ഥാന തലത്തിലും നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് ഉന്നതയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ കലാപരിപാടികളെല്ലാം തന്നെ നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിയും. ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, നമ്മുടെ കേരളോത്സവം ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ജില്ലാ തലത്തിൽ അടുത്ത മാസം ഡിസംബർ മാസത്തിൽ ആദ്യ വാരം മുതൽ നമ്മൾ ജില്ലാതല കേരളോത്സവം ആരംഭിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഗ്രാമതല കേരളോത്സവത്തിൽ നമ്മുടെ ഈ തിരുവമ്പാടി അതുപോലെ തന്നെ മുക്കം ഉപജില്ലയിൽ നിന്നും ഏറ്റവും നല്ല പ്രതിഭകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. നമുക്കറിയാം തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് കായിക തരത്തിലും അതുപോലെ തന്നെ കലാതരത്തിലും വളരെയധികം കഴിവുകൾ തെളിയിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അവരെ നമ്മുടെ ജില്ലാ തലത്തിൽ നമുക്ക് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു കലോത്സവത്തിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ കേരളോത്സവത്തിന് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടീൻ്റെ പിന്നിൽ വന്നിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും നമുക്കറിയാം ഈ 2-3 ദിവസം നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നല്ല രീതിയിൽ നേരത്തെ മുൻപേ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രീതിയിലും യാതൊരു കുറവുമില്ലാതെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലും ഒരു പ്രയാസവുമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പോയി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ അവസാന ചടങ്ങിലേക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മുക്കം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശ്രീ PT ബാബു അവർകൾ നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ താമരശ്ശേരി രൂപത ബിഷപ്പ്, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ലിൻഡോ ജോസഫ് MLA, വേദിയിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു സുഹൃത്തുക്കളെ, 4 ദിവസമായി ഇവിടെ നടത്തിപ്പോന്നിട്ടുള്ള കൗമാരക്കാരുടെ കലാമേള തിരശ്ശീല വീഴുകയാണ്. നമ്മുടെ കലാമേളകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഐക്യകാഹളം മുഴക്കുന്നതായി തീരണം. ഇന്ന് നമ്മുടെ ലഹരി എന്നൊരു മഹാവിപത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ലഹരിയെ പ്രതിരോധിക്കാൻ പ്രതിരോധിക്കുന്ന ഏകൊരു ആയുധം കൂടിയാണ് നമ്മുടെ കലാമേളകൾ, അല്ലേ കായികമേളകൾ എല്ലാം തന്നെ. അത് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ലഹരി എന്ന ആ അക്രമകാരി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു കലാപത്തെയും കലയുള്ളിടത്തിൽ കലാപമുണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് കല ഏതൊരു മനസ്സിനെയും നല്ല വഴിയിലേക്ക് സഞ്ചരിക്കാൻ ഉതകുന്ന തരത്തിലേക്കാണ് കല നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് പുതിയ ഈ കൗമാരക്കാർ ഇവിടെ അവതരിപ്പിച്ചിട്ട കലകൾ നമ്മുടെ സംസ്കാര പാരമ്പര്യം, നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ്
അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഈ തിരുവമ്പാടിയിലെ ഈ മലയോര മേഖലയിലെ അതിൻ്റെ പ്രവർത്തകർ, കലാകാരന്മാർ, അതുപോലെ അധ്യാപകർ, ഉൾപ്പെടെയുള്ള അതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിവാദ്യവും അർപ്പിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാരശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി VP സ്മിത നമ്മെ അഭിസംബോധനം ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ സ്നേഹം നിറഞ്ഞ നമ്മുടെ രക്ഷിതാക്കളെ, കുട്ടികളെ, നമുക്കറിയാം ഇപ്പോൾ തന്നെ സമയം ഒരുപാട് അധപ്പതിച്ചുകൊണ്ട് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുക്കം ഉപജില്ലയുടെ 16ാമത് കലോത്സവം തകജം 2022 അത്യുത്തമമായിട്ട് തന്നെ നമ്മുടെ തിരുവമ്പാടിയുടെ ഒരു ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പേരുടെ പ്രയത്നം ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ തിരുവമ്പാടിയിൽ നടന്നിട്ടുണ്ട്. അതിലേറെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 വർഷത്തെ മഹാമാരിയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ ആ 2 വർഷത്തെ വേദികളൊക്കെ നഷ്ടപ്പെട്ട കുട്ടികളാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഇരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ എല്ലാ സ്കൂൾ തലങ്ങളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്ന സമയത്ത് നമ്മുടെ പല രക്ഷിതാക്കളും ആ ഒരു വേദനയിൽ ജീവിക്കുന്ന ഈ ഒരു സമയങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് അതിൽ നിന്നൊക്കെ മാറ്റി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കലാമത്സരങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാടിന് തന്നെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഈ ഒരു പരിപാടി, ഈ ഒരു നമ്മുടെ കലോത്സവം അത്യുന്നതമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറെ പ്രയത്നിച്ച നമുക്കറിയാം നമ്മുടെ രക്ഷിതാക്കൾ, അതിലേറെ നമ്മുടെ അധ്യാപകർ, പിന്നെ മറ്റു സന്നദ്ധ പ്രവർത്തകർ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ മാധ്യമ പ്രവർത്തകർ, എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അടുത്ത വർഷവും ഇതിലും അത്യുത്തമമായിട്ട് തന്നെ നമുക്ക് വേദികൾ പങ്കിടാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ചടങ്ങിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു സമാപന ചടങ്ങിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ആദർശ് ജോസഫ് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ മുക്കം ഉപജില്ലാ കലാമേളയുടെ സമാപന സമ്മേളന യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന താമരശ്ശേരി രൂപതയുടെ അഭിവന്യ പിതാവ് മാർ റെമി ജോസ് ഇഞ്ചനാനിയിൽ അവർകൾ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ശ്രീ ലിൻഡോ ജോസഫ് അവർകൾ, വേദിയിലിരിക്കുന്ന മുക്കം നഗരസഭാ ചെയർമാൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ ജനപ്രതിനിധികൾ, മറ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, എത്രയും സ്നേഹം നിറഞ്ഞ പ്രധാനാധ്യാപകർ, അധ്യാപകർ, രക്ഷിതാക്കൾ, ഈ കലാമേളയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വൈകിയ വേളയിൽ ആശംസ അർപ്പിക്കുക എന്നുള്ളത് ഉചിതമല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. എന്നിരുന്നാലും തിരുവമ്പാടിയിലേക്ക് എത്തിയ ഈ കലാമേള ഇരു കൈയും നീട്ടി സ്വീകരിച്ച് വൻ വിജയമാക്കി തീർക്കാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടക സമിതിയോട് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്, ഈ മേള വൻ വിജയമാക്കാൻ ഇവിടെ ഒഴുകിയെത്തിയ ജനാവലിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സൺ ശ്രീമതി മേഴ്സി പുളിക്കാട്ട് ആശംസകൾ അറിയിക്കുന്നില്ല എന്ന് നമ്മളെ അറിയിച്ചിരിക്കുകയാണ്. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുറഹ്മാൻ ആശംസകൾ നേരുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ മഹാസംഗമത്തിൻ്റെ അധ്യക്ഷൻ, താമരശ്ശേരി രൂപതയുടെ അഭിവന്ദ്യനായ പിതാവ് മാർ റെമി ജോസ് ഇഞ്ചനാനിയൽ, നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ ലിൻഡോ ജോസഫ്, തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട് ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ സാർ ഉൾപ്പെടെയുള്ള വേദിയെ ധന്യമാക്കിയ പ്രിയമുള്ളവരെ, തനിമയാർന്ന കലാരൂപങ്ങൾ സമ്മാനിച്ച് കലയുടെ പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുത്തി ഈ ജനകീയ മാമാങ്കം തകജം ഇവിടെ
തിരച്ചിൽ വീഴുകയാണ്. സ്വാഗത ഭാഷണത്തിൽ അഗസ്റ്റിൻ സാർ വരച്ചിട്ട ആ ചിത്രം വളരെ മനോഹരമാണ്. ഈ കലാമാമാങ്കത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇതിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ള ഓരോ അണുവിനെയും സ്വാഗത ഭാഷണത്തിലൂടെ എടുത്തു പറഞ്ഞതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ മലയോര കുടിയേറ്റ ഗ്രാമത്തിൻ്റെ മഹാ ഉത്സവമായി തകച്ചം മാറിയിരിക്കുന്നു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുണ്ടായിരുന്ന ആശങ്ക എന്ന് പറയുന്നത് ഇവിടെയുള്ള ക്രമസമാധാനമായിരുന്നു ഒന്ന്. മറ്റൊന്ന് ഇവിടെ എത്തുന്ന കുട്ടികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും ഭക്ഷണവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ തിരുവമ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സുനീർ അച്ചയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സംഘവും തിരുവമ്പാടി HSYയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും അതുപോലെ തന്നെ തിരുവമ്പാടിയിലെ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളുടെ സാരഥികളും വളരെ ഗംഭീരമായി യാതൊരു പഴുതുകളുമില്ലാത്ത രീതിയിൽ നമുക്ക് ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ വക നൽകുന്ന രീതിയിൽ വളരെ മനോഹരമായി അത് കൈകാര്യം ചെയ്തു എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ മലയോരത്തെ മുക്കം, കൊടിയത്തൂർ, കാരശ്ശേരി, തിരുവമ്പാടി, കൂടരഞ്ഞി പഞ്ചായത്തുകളിലെ വിവിധങ്ങളായ സ്കൂളുകളിൽ നിന്ന് 7000-ഓളം കുട്ടിക്കലാകാരന്മാർ ഇവിടെ എത്തി അവരുടെ കലാരൂപങ്ങൾ അവതരിപ്പിച്ചപ്പോൾ തിരുവമ്പാടിയെ സംബന്ധിച്ചിടത്തോളം തിരുവമ്പാടിയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാജനാവലി തിരുവമ്പാടിക്ക് സമ്മാനിക്കാൻ തകച്ചത്തിന് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും അഗസ്റ്റിൻ മഠത്തിൽ പറമ്പിൽ സാർ ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് താൽക്കാലികമായി അദ്ദേഹത്തിൻ്റെ അധ്യാപനം അവസാനിപ്പിച്ചുകൊണ്ട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഈ തകജം ഈ രീതിയിൽ സംവിധാനിക്കുവാൻ, നടത്തുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ സമയത്ത് പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞങ്ങളുടെ നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നന്മകളും അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. ശ്രീ സന്തോഷ് മുത്തേടം, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം അധ്യക്ഷൻ, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യ പിതാവ്, ബഹുമാനപ്പെട്ട MLA, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, മനോഹരമായ ഒരു കലാമേളയാണ് ഇവിടെ സമാപിക്കുന്നത്. രാഗവും താളവും ലയവും ശ്രുതിയുമൊക്കെ മനോഹരമായി ഒത്തുചേരുന്നതാണ് ഒരു കല എങ്കിൽ ഈ 3 ദിവസമായി ഇവിടെ നടന്ന ഏറ്റവും മനോഹരമായ ഒരു നൃത്തമോ കലാരൂപമായിരുന്നു ഈ തകജം എന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. എവിടെയും അപശബ്ദങ്ങളില്ല, എവിടെയും തിരക്കുകളില്ല. വളരെ മനോഹരമായി ഇത് അവസാനിച്ചു. അതിൻ്റെ ചുക്കാൻ പിടിച്ച AO സർ, ഓംകാരനാഥൻ മാഷ്, അഗസ്റ്റിൻ മാഷ്, അതുപോലെ പ്രിൻസിപ്പൽ വിപിൻ സർ, സജി സർ, കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന വിവിധ കമ്മിറ്റികൾ, അധ്യാപകരും സഹപ്രവർത്തകരും നാട്ടുകാരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമായ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഞാൻ വരുമ്പോൾ കുട്ടികളുടെ ആഹ്ലാദാരവങ്ങളാണ് കേട്ടത്. അവരുടെ നോട്ടം ഇപ്പോൾ ഈ വേദിയിലിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയിലേക്കുമല്ല, ഇതിന് താഴെ ഇരിക്കുന്ന ട്രോഫികളിലേക്കാണ്. അത് അവരുടെ കയ്യിലെത്തുകയാണ് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം. എല്ലാവർക്കും, ഈ വിജയം നേടിയ എല്ലാവർക്കും പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. കുട്ടികളുടെ ആഗ്രഹങ്ങൾ അറിയിക്കുന്നത് നമ്മൾ ആശംസകൾ മനസ്സിലാക്കുക, ഒറ്റ വാക്കിൽ ആശംസകൾ നേരുക. സിസ്റ്റർ സാങ്ക്ട, CMC ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹെഡ് മിസ്ട്രസും സംഘാടക സമിതിയുടെ കൺവീനറും ആശംസകൾ നേരുന്നു. അഭിവന്ദ്യ പിതാവേ, ബഹുമാനപ്പെട്ട MLA, വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, കലാപ്രതിഭകളെ, തകച്ചത്തിന് ഇവിടെ തിരശ്ശീല വീഴുമ്പോൾ ഒരു വലിയ മഴ പെയ്ത് ഇറങ്ങിയൊരു പ്രതീതിയാണ്. 3 ദിവസങ്ങളിലായി 3 സ്കൂളുകളിലും താളം മേളങ്ങളും കാൽച്ചിലമ്പൊലികളുമായി ഏറെ ഹർഷാരവമായിരുന്നു. കുട്ടിക്കലാകാരന്മാർ തങ്ങളുടെ കരവിരുത് പ്രകടിപ്പിച്ചുകൊണ്ട് സമ്മാനങ്ങൾ വാരിക്കൂട്ടി സ്കൂളിനും മാതാപിതാക്കൾക്കും നാടിനും അഭിമാനമായി. അവരെ ഏറെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ അവസരത്തിന് ഈ ഒരു മഹാമേളയ്ക്ക് ഭാഗമാകുവാൻ സാധിച്ചതിൽ ഏറെ അഭിമാനിക്കുന്നു. ഈ ഒരു കലാവിരുദിന്, ഈ ഒരു സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും വിജയികളായ എല്ലാവർക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.
സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ജമേഷ് സെബാസ്റ്റ്യൻ ആശംസകൾ നേരുന്നു. നമ്മുടെ ഈ കലാമേളയുടെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ താമരശ്ശേരി രൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ, നമ്മുടെ ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തിരുവമ്പാടിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ലിൻഡോ ജോസഫ്, വേദിയിലുള്ള AEO അടക്കം പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകർ, മറ്റ് ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ആശംസ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ കരഘോഷം ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് 2 വാക്കിൽ ആശംസ അറിയിച്ച് ഞാൻ നിർത്തിക്കോളാം. കഴിഞ്ഞ 3 ദിവസമായി തിരുവമ്പാടിയെ സംബന്ധിച്ച് ഉത്സവ പ്രതീതിയല്ല, ഉത്സവമായിരുന്നു. കുട്ടികളുടെ ഏതു തരത്തിലുള്ള പദ്ധതികൾക്കും സമൂഹം വലിയ പ്രാധാന്യത്തോടെ കാണുന്നു, അവർക്ക് എല്ലാവിധ പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. നമുക്കറിയാം, കോവിഡിൻ്റെ സമയത്ത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ പൊതുസമൂഹം ഒന്നാകെ കൈകോർത്ത് മുന്നേറിയത് എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ ഇപ്പം ഇത്തരം കലാകായിക മേളകൾ വരുമ്പോൾ പൊതുസമൂഹം ഒന്നാകെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ നിന്നും കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളിൽ വലിയ പ്രതീക്ഷ ഈ സമൂഹം കാണുന്നു. നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നത് കൊണ്ടാണ് സമൂഹം ഒന്നാകെ നിങ്ങളിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ച് നിങ്ങളോടൊപ്പം നീങ്ങുന്നത്. അതനുസരിച്ച് നിങ്ങൾക്ക് ഈ നാടിന് വലിയ പ്രതീക്ഷയും പ്രതീക്ഷയ്ക്കൊത്തുയർന്ന് ഈ നാടിന് വലിയ സംഭാവന നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കലാമേളയിൽ വിജയികളായവർക്കും പരാജയപ്പെട്ടവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു, വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും അഭിവാദനം ചെയ്തുകൊണ്ട്, വേദിയിലുള്ളവരെയും എല്ലാവരെയും അഭിവാദനം ചെയ്തുകൊണ്ടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ ജോസഫ് തോമസ് പുരയിടം. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമീജിയോസ് ഇഞ്ചനാനി പിതാവെ, നമ്മുടെ പ്രിയങ്കരനായ MLA ലിൻഡോ ജോസഫ് അവറുകളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള കുട്ടികളെ, അധ്യാപകരെ, സ്നേഹമുള്ള നാട്ടുകാരെ, ഈ കോവിഡിന് ശേഷം കലാമേളയുടെ ഒരു പഴയ ഒരു പുതുജീവൻ പകർന്നുകൊണ്ട് നമ്മളുടെ കുട്ടികൾക്ക് ആവേശവും, അതുപോലെ തന്നെ സ്കൂളുകളും ടീച്ചേഴ്സും പേരൻസും എല്ലാം കൂടെ ഒന്നിച്ച് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി മാറ്റി ഇതുമായിട്ട് സഹകരിച്ച എല്ലാ സ്കൂളുകളിലെയും ടീച്ചേഴ്സ്, ഇവിടെ വേദി ഒരുക്കി കൊടുത്ത സേക്രഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഇൻഫന്റ് ജീസസ്, സേക്രഡ് UP സ്കൂൾ, അതിന് ഏറ്റവും ഭംഗിയായി ഈ കലാമേള വിജയിപ്പിച്ച എല്ലാ നാട്ടുകാർക്കും അധ്യാപകർക്കും ഇന്ന് വിജയിച്ചതും ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ കലാമേളയോട് സഹകരിച്ച ചില ആളുകളെ ആദരിക്കുകയാണ്. ഭക്ഷണം, രുചിയൂറുന്ന ഭക്ഷണം തയ്യാറാക്കി നമ്മെ ആദരിച്ച വത്സൻ പുഴോറമൽ, വത്സൻ കാരമൂല ആദരവേറ്റുവാങ്ങുന്നു. ആദരിക്കുന്നത് തിരുവമ്പാടിയുടെ ജനകീയ MLA ശ്രീ ലിൻഡോ ജോസഫ്. ഹർഷാരവങ്ങളോടുകൂടി വത്സനെ നമുക്ക് ആദരിക്കാം. ഈ കലാമേളയ്ക്ക് എംബ്ലം തയ്യാറാക്കുന്നതിന് നമ്മളെ സഹകരിച്ച ഏറ്റവും മികച്ച എംബ്ലം ഈ കലാമേളയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് തയ്യാറാക്കി തന്ന റൈസൽ ആനയാംകുന്ന് ആദരിക്കുന്നത് താമരശ്ശേരി രൂപതാധ്യക്ഷൻ. ഇരുവരെയും ക്ഷണിക്കുന്നു. ഈ കലാമേളയ്ക്ക് നാമകരണം ചെയ്ത തകജം എന്ന വാക്ക് ഈ കലാമേളയുടെ എക്കാലഘട്ടത്തിലും ഓർമ്മയാക്കി മാറ്റിയ ഈ വിദ്യാലയത്തിലെ അധ്യാപിക ശ്രീമതി ബീന റോസ് ആദരവേറ്റുവാങ്ങുന്നു. ആദരിക്കുന്നത് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി പുളിക്കാട്ട്.
കലാമേളയുടെ ചെയർപേഴ്സണും കൂടിയാണവർ. ഈ കലാമേളയ്ക്ക് ആവശ്യമായ മുഴുവൻ പേപ്പർ വർക്കുകളും സമയബന്ധിതമായി ചെയ്തു തന്ന് കൃത്യമായി ഞങ്ങളെ സഹായിച്ച ഡിവൈൻ മീഡിയയുടെ ഉടമ ശ്രീ ഷാജി കണ്ടത്തിൽ ആദരവേറ്റുവാങ്ങുന്നു. ആദരിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ PT ബാബു. കലാമേളയ്ക്ക് ആവശ്യമായ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരുക്കി തന്ന VKS ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ സംഘാടകർ ഷമീമിനെയും ഗഫൂറിനെയും ആദരിക്കുന്നു. ശ്രീമതി VP സ്മിത, കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീമതി VP സ്മിത. ഒരറിയിപ്പുണ്ട്. കലോത്സവത്തിൻ്റെ ഭാഗമായി മുക്കം ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി തയ്യാറാക്കിയ അടിക്കുറിപ്പ് മത്സരത്തിൻ്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ബുധൻ അനസ്യ PK മുത്തേരി, വ്യാഴം സ്നേഹ P തിരുവമ്പാടി, വെള്ളി സോനു ജോസഫ് തോട്ടത്തിൻ കടവ്. ഈ കലാമേളയിലെ വിജയികളെ പ്രഖ്യാപിക്കലാണ് അടുത്ത ചടങ്ങ്. വിജയികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഈ കലാമേളയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആദരണീയനായ ജോളി ഉണ്ണിയപ്പിള്ളിൽ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ റമീജ് ജോസ് ഇഞ്ചനാനിൽ പിതാവേ, ഏറ്റവും ബഹുമാനായ MLA ലിൻഡോ ജോസഫ് അവറുകളെ, ജനപ്രതിനിധികളെ, ഏറ്റവും ആദരണീയരായ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അതിമനോഹരമായ ഈ മേള അണിയിച്ചൊരുക്കിയ ഇതിൻ്റെ സംഘാടക സമിതി, ഏറ്റവും ബഹുമാനായ AEO ഓങ്കാരനാഥ് സാറും അഗസ്ത്യൻ സാർ, ബിപിൻ സാർ, സജീവ് സാർ, സിസ്റ്റർ സാങ്ക്റ്റ അടക്കമുള്ള കൺവീനർമാരെ, ഏറ്റവും ബഹുമാനരായ വിവിധ കമ്മിറ്റി കൺവീനർമാരെ, സഹപ്രവർത്തകരെ, ഏറ്റവും പ്രിയ കലാകാരന്മാരെ, കലാകാരികളെ, കഴിഞ്ഞ 3 ദിനരാത്രങ്ങളായി ഈ മലയോര ഗ്രാമത്തിൻ്റെ ഓരോ മണൽത്തരിയെയും സംഗീത സാന്ദ്രമാക്കിക്കൊണ്ട് മുക്കം ഉപജില്ലയുടെ കലാമാമാങ്കത്തിന് ഇന്ന് പടിയിറങ്ങുമ്പോൾ ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമായി നിർദ്ദിഷ്ട സമയത്തേക്കാൾ 1.5 മണിക്കൂറിന് മുൻപ് തന്നെ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സഹകരിച്ച എല്ലാ കമ്മിറ്റി ഭാരവാഹികളെയും, അഹോരാത്രം ഈ ദിവസങ്ങൾ ഇതിനുവേണ്ടി മാറ്റിവെച്ച എൻ്റെ ഏറ്റവും ബഹുമാനരായ KPSTA കുടുംബാംഗങ്ങളെയും എല്ലാ കലാകാരന്മാരെയും സഹകാരികളെയും ഏറ്റവും ആദരവോടുകൂടി സ്നേഹപൂർവ്വം നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഈ ഫലപ്രഖ്യാപനം നടത്തുകയാണ്. ഒന്നാമതായി LP ജനറൽ വിഭാഗത്തിൽ ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻസ് LPS കൂടരഞ്ഞി. 2ാം സ്ഥാനം 2 സ്കൂളുകൾ പങ്കിട്ടിരിക്കുകയാണ്. സേക്രഡ് ഹാർട്ട് UPS തിരുവമ്പാടിയും GUPS മണാശ്ശേരിയും. 1ാം സ്ഥാനം ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം തിരുവമ്പാടി. UP ജനറൽ വിഭാഗത്തിൽ 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക പ്ലീസ്, പ്ലീസ് അധ്യാപകർ ശ്രദ്ധിക്കുക. ഹലോ, ബാൻഡ് മേളം അനുവദിക്കില്ല. പ്ലീസ്, അധ്യാപകർ ശ്രദ്ധിക്കുക.
ഇവിടെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ്. 2 മിനിറ്റ് കൊണ്ട് റിസൾട്ട് അനൗൺസ് ചെയ്യും. അതിനുശേഷം ഇവിടെ സമ്മാനങ്ങൾ കൊടുക്കും. സമ്മാനങ്ങൾ നിങ്ങളുടെ കയ്യിൽ കിട്ടി എല്ലാവരും വാങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ ശബ്ദവും ചെണ്ടയും പാടുള്ളൂ. ദയവായി സഹകരിക്കണം. നാം മാത്രമല്ല, വിജയിച്ച പലരുടെയും കയ്യിൽ ചെണ്ടയില്ല, മദ്ദളമില്ല, അവരും വിജയികളാണ്. കീപ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. താങ്ക് യു. ഓക്കെ, UP ജനറൽ വിഭാഗത്തിൻ്റെ റിസൾട്ട്, ഓരോ വിഭാഗത്തിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് അറിയിക്കുന്നതാണ്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സെൻറ്റ് ജോസഫ്സ്. ഓവറോൾ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് സെൻറ്റ് ജോസഫ്സ് UP സ്കൂൾ പുലുരാമ്പാറ. 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് കൊടിയത്തൂർ GM UPS കൊടിയത്തൂരാണ്. 3 സ്കൂളുകളാണ് 1ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത്. GUPS മണാശ്ശേരി, സേക്രഡ് ഹാർട്ട് UPS തിരുവമ്പാടി, ഇൻഫൻറ്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തിരുവമ്പാടി. അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനാണ്. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവമ്പാടി. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് PTM കൊടിയത്തൂർ. അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ റിസൾട്ട് അറിയിക്കുകയാണ്. 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് HSS തിരുവമ്പാടി. 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് GHSS നീലേശ്വരം. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അതുപോലെ തന്നെ UP സംസ്കൃതം വിഭാഗത്തിന് 3ാം സ്ഥാനം ഓവറോൾ. ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റിസൾട്ട് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത് കഴിയുന്നതാണ്. UP സംസ്കൃത വിഭാഗം 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് UPS തിരുവമ്പാടി. 2ാം സ്ഥാനം GUPS മണാശ്ശേരി. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് വിവേകാനന്ദ വിദ്യാനികേതൻ. അതുപോലെ HS സംസ്കൃതം 3ാം സ്ഥാനം ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മുക്കം ഹൈസ്കൂൾ മുക്കം. 2ാം സ്ഥാനം PTM കൊടിയത്തൂർ. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് GHS നീലേശ്വരം. അതുപോലെ തന്നെ LP അറബിക് വിഭാഗത്തിലെ 3ാം സ്ഥാനം ഓവറോൾ ലഭിച്ചിരിക്കുന്നത് സേക്രഡ് ഹാർട്ട് UPS തിരുവമ്പാടി. 2ാം സ്ഥാനം GM UPS ചേന്നമംഗല്ലൂർ. 1ാം സ്ഥാനം GM UPS കൊടിയത്തൂർ. UP അറബിക് വിഭാഗത്തിലെ ഓവറോൾ 3ാം സ്ഥാനം GM UPS കൊടിയത്തൂർ. 2ാം സ്ഥാനം SK UPS കൊടിയത്തൂർ. 1ാം സ്ഥാനം AUPS പന്നിക്കോട്. ഹൈസ്കൂൾ അറബിക് വിഭാഗത്തിൻ്റെ 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഓവറോൾ 3ാം സ്ഥാനം GHS ചെറുവാടി. 2ാം സ്ഥാനം ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. 1ാം സ്ഥാനം PTM കൊടിയത്തൂർ. താങ്ക് യു. ട്രോഫി വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ഈ സബ് ജില്ലയിലെ ട്രോഫികളിൽ ചിലത് ഈ വർഷം മാറ്റിയിട്ടുണ്ട്. അത് സ്പോൺസർ ചെയ്തവർ അത് AEOക്ക് കൈമാറുകയാണ്. ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ട്രോഫി ഉപജില്ലയ്ക്ക് സമ്മാനിച്ചത് കൊളായിൽ അഹമ്മദ് കുട്ടി ഹാജി മെമ്മോറിയൽ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് സലീം കൊളായി. നൽകുന്നതിനു വേണ്ടി അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി AEOയും ജനറൽ കൺവീനറെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമീപം ട്രോഫി കമ്മിറ്റി ചെയർമാൻ ജാബിർ മാഷ് ഉണ്ടായിരിക്കും. ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ റണ്ണപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് KPSTA മുക്കം ഉപജില്ലാ കമ്മിറ്റി. നൽകുന്നത് ഷൺമുഖൻ മാസ്റ്റർ. ഏറ്റുവാങ്ങുന്നത് AEO. KPSTA കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ AEOയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അറബിക് ഓവറോൾ ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അവരെ നന്ദിപൂർവ്വം ഓർക്കുന്നു.
അത് കൈമാറുന്നത് ട്രോഫി കമ്മിറ്റി കൺവീനർ ജാബിർ മാസ്റ്റർ. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ജോളി മാസ്റ്റർ ലിസ്റ്റ് തന്നിരുന്നെങ്കിൽ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ട്രോഫിക്ക് അർഹരായ ട്രോഫി ഏറ്റുവാങ്ങുന്ന ടീമുകൾ അവർ ഒപ്പുവെക്കണമെന്ന് അറിയിക്കുകയാണ്. രജിസ്റ്ററിൽ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ ട്രോഫി കൊണ്ടുപോകാവൂ. ട്രോഫി വിതരണം ആരംഭിക്കുകയാണ്. ആദ്യമായി LP ജനറൽ വിഭാഗം റണ്ണറപ്പ് 2 സ്കൂളുകളാണ് അതിനർഹരായിട്ടുള്ളത്. ഓരോ സ്കൂളുകളും വന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. ആദ്യമായി സേക്രഡ് ഹാർട്ട് UPS തിരുവമ്പാടി ആതിഥേയ സ്കൂൾ വേദിയിലേക്ക് വേഗം ചെന്ന് ഏറ്റുവാങ്ങുക. വേദിയിലേക്ക് കുട്ടികളും അധ്യാപകരും കയറുക. കുട്ടികളും അധ്യാപകരും പെട്ടെന്ന് വേദിയിലേക്ക് കയറി ട്രോഫി വാങ്ങുക. എല്ലാ കുട്ടികൾക്കും കയറാം. എല്ലാ കുട്ടികൾക്കും ഓക്കെ. അത് മതി, അത് മതി, അത് മതി, അത് മതി, അത് മതി. MLA കുറച്ച് മുന്നോട്ടേക്കണം. MLA കുറച്ച് മുന്നോട്ടേക്കണം. സേക്രഡ് ഹാർട്ട് മറ്റൊരു ടീം GUPS മണാശ്ശേരി. ട്രോഫികൾ കൈമാറുന്നത് ആദരണീയായ സോറി സാറേ ശ്രദ്ധിക്കണേ. ട്രോഫികൾ കൈമാറുന്നത് ആദരണീയനായ MLA തന്നെയാണ്. GUPS മണാശ്ശേരി. ഓക്കെ, താങ്ക് യു. LP ജനറൽ വിഭാഗം 1ാം സ്ഥാനം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഈ ടീം ഇറങ്ങിയതിന് ശേഷമാണ് അടുത്ത ടീം കയറേണ്ടത്. അടുത്ത ടീം കയറേണ്ടത്. എല്ലാ ടീച്ചേഴ്സും സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. അപകടങ്ങൾ ഉണ്ടാകാതെ കൊച്ചുകുട്ടികളെ വേദിയിലേക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യണം. LP ജനറൽ വിഭാഗം 1ാം സ്ഥാനം ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയ വിദ്യാലയം. ട്രോഫി നൽകുന്നത്
UP Arabic, SKUPS Kodi. ട്രോഫി മേടിച്ചവരൊക്കെയും ഒപ്പിട്ടിട്ട് മാത്രമേ പോകാവൂ. ഡിസ്പേഴ്സ് ബുക്കിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പോകാവൂ. എല്ലാവരും സൗകര്യം കൊടുക്കുക, വേദിയിലേക്ക് കയറാൻ സൗകര്യം കൊടുക്കുക.
സൗകര്യം ചെയ്തു കൊടുക്കുക. പോവുക. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവം. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവം ഫാസ്റ്റ് GHSS നീലേശ്വരം. GHSS നീലേശ്വരം. വേഗം പോവുക. ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവം ഫാസ്റ്റ് GHSS നീലേശ്വരം. സമ്മാനം നൽകുന്നത് നീലേശ്വരം അടങ്ങുന്ന മുക്കം മുനിസിപ്പാലിറ്റിയുടെ ഹൈസ്കൂൾ വിഭാഗം അറബിക് റണ്ണറപ്പ് താങ്ക് യു. ഹൈസ്കൂൾ വിഭാഗം അറബിക് റണ്ണറപ്പിന്റെ ട്രോഫി കൈമാറുകയാണ് ഈ കലാമേളയുടെ ജനറൽ കൺവീനറും ഈ സംഘാടക സമിതിയുടെ സ്പന്ദനവുമായി മാറിയ അഗസ്റ്റിൻ മടത്തിപ്പറമ്പിൽ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്. ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് കുട്ടികൾ സഹകരിക്കുക. MLA ട്രോഫി കൈമാറാൻ വേണ്ടി അനുവദിക്കുക. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ റണ്ണറപ്പ് GHSS നീലേശ്വരം. ട്രോഫികൾ സമ്മാനിക്കുന്നത് ആദരണീയനായ MLA ട്രോഫികൾ കൈമാറുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ റണ്ണറപ്പ് GHSS നീലേശ്വരം.
MLA ട്രോഫികൾ കൈമാറാൻ സഹായിക്കണം. MLAയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് കുട്ടികൾ സഹകരിക്കണം. GHSS നീലേശ്വരം MLA ട്രോഫികൾ കൈമാറുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ ഫസ്റ്റ് കിരീടം ചൂടിയിരിക്കുന്നത് ചേന്ദമംഗലൂർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ. ചേന്ദമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ചേന്ദമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. താങ്ക് യു. ഈ കലോത്സവത്തിൽ ട്രോഫി കൈപ്പറ്റിയിട്ടുള്ള എല്ലാ ടീം മാനേജർമാരും ട്രോഫി കമ്മിറ്റിയിൽ ഒപ്പിട്ടതിന് ശേഷമേ പോകാവൂ. ഒരു ബൈക്കിന്റെ താക്കോൽ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ബൈക്കിന്റെ താക്കോൽ, ഒരു മൊബൈൽ ഫോൺ, ഒരു ബൈക്കിന്റെ താക്കോൽ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും അംഗീകൃത വിദ്യാലയങ്ങൾ ഈ മാനേജർമാർ കൊണ്ട് അരക്കിട്ട് ഊഴമനുസരിച്ച് ട്രോഫി കൈപ്പറ്റേണ്ടതാണ്. ഒന്നിലധികം ടീമുകൾക്ക് 1-2 സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ടീം മാനേജർമാർ വേദിക്ക് മുമ്പിലെത്തി നറുക്കിട്ട് ഊഴമനുസരിച്ച് ശ്രദ്ധിക്കുക. LP വിഭാഗം ഇവിടെ എത്തേണ്ടത് GUPS മണാശ്ശേരി, സെക്കൻഡറി UPS തിരുവമ്പാടി. LP വിഭാഗം റണ്ണറപ്പ്. പ്ലീസ് കം. ഒരു വാക്ക് നന്ദി കൂടി കേൾക്കാൻ അഭ്യർത്ഥിക്കുന്നു. അബ്ദുൽ റഷീദ് സാറിനെ ഒരു വാക്ക് നന്ദി പറയാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
വേദിയിലുള്ള ബഹുമാന്യരെ, ഒറ്റ വാക്കിൽ നന്ദി പറയുകയാണ്. ഈ നന്ദി വാക്കുകൾ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നിർഗളിക്കുന്നതാണ്. തിരുവമ്പാടിയിലെ എല്ലാ ജനങ്ങൾക്കും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങളോട് സഹകരിച്ച തിരുവമ്പാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹകാരികൾ, ഈ മേള വിജയിപ്പിച്ച കലാകാരന്മാർ, കലാകാരികൾ, അധ്യാപകർ, അധ്യാപക സംഘടനകൾ, വെളിച്ചവും ശബ്ദവും ഒരുക്കി തന്നവർ, ഭക്ഷണമൊരുക്കി രുചിക്കൂട്ടുകൾ സമ്മാനിച്ചവർ, വിളമ്പാൻ വേണ്ടി പകലന്തിയോളം പണിയെടുത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഞങ്ങളോടൊപ്പം സഹകരിച്ച പോലീസ് സേനാംഗങ്ങൾ, പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ, വൈദ്യുതി ഓഫീസിലെ ജീവനക്കാർ, ഏറെ ബഹുമാന്യരായ ഞങ്ങളുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ പ്രിയപ്പെട്ട AEO അടക്കമുള്ള മുഴുവൻ സുഹൃത്തുക്കളും അവിടുത്തെ ഓഫീസർമാരും, ഈ മേളയ്ക്ക് തുടക്കം കുറിച്ച അന്നു മുതൽ ഊണുമുറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഈ മേളയോടൊപ്പം, ഈ മേളയ്ക്ക് മുൻപന്തിയിൽ ഇതിങ്ങനെ വിജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ കൂടിയായ ജനറൽ കൺവീനർ, അദ്ദേഹത്തിൻ്റെ ഇടവും വരവും മുൻപിലും നിന്നുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ച മറ്റ് കൺവീനർമാർ, പ്രോഗ്രാമുകളടക്കമുള്ള മുഴുവൻ പരിപാടികളും ഏറ്റെടുത്ത അധ്യാപക സംഘടനകൾ, പ്രോഗ്രാം സമയബന്ധിതമായി തീർത്ത KPSD എന്ന അധ്യാപക സംഘടന, ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നവർ, ആർക്കൊക്കെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഈ വിദ്യാലയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഓരോ മണൽത്തരിയും, അതിനേക്കാൾ ഉപരി ഈ മേള വിജയിപ്പിക്കാൻ കാലാവസ്ഥാ സംവിധാനം ഒരുക്കി തന്ന ജഗദീശ്വരൻ 1000 നന്ദിക്കർഹനാൻ. അതുകൊണ്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നിർഗളിക്കുന്ന നന്ദി വാക്കുകൾ എന്നെ ശ്രമിക്കുന്ന ഓരോ മണൽത്തരിക്കും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീം മാനേജർ എത്രയും പെട്ടെന്ന് വന്ന് ഒപ്പിടേണ്ടതാണ്. ഇൻഫന്റ് ജീസസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടീം മാനേജർ ഒപ്പിടേണ്ടതാണ്. ഒരു ഫോൺ വീണ് കിട്ടിയിട്ടുണ്ട്, ഒരു ചാവി വീണ് കിട്ടിയിട്ടുണ്ട്, ഒരു ചാവി വീണ് കിട്ടിയിട്ടുണ്ട്, ചാവി, ഒരു ഫോൺ. മാലയും വളയും വിലപ്പെടുത്തുന്നതും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ചാവിയും ഒരു ഫോണും വീണ് കിട്ടിയിട്ടുണ്ട്. ഒരു ചാവിയും 2 ഫോണും വീണ് കിട്ടിയിട്ടുണ്ട്. 2 ചാവിയും 2 ഫോണും വീണ് കിട്ടിയിട്ടുണ്ട്.
തിരുവമ്പാടി ഹയർ സെക്കൻഡറി ടീം മാനേജർ ട്രോഫി കൈപ്പറ്റിയതായി ഒപ്പുവെക്കേണ്ടതാണ്. തിരുവമ്പാടി ഹയർ സെക്കൻഡറി ടീം മാനേജർ, തിരുവമ്പാടി ഹൈസ്കൂളിലെ ടീം മാനേജർ ട്രോഫി കൈപ്പറ്റിയതായി ഒപ്പുവെക്കേണ്ടതാണ്. തിരുവമ്പാടി ഹൈസ്കൂൾ ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടിയവർ അത് എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്. ഒരു ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കിട്ടിയവർ മൈക്ക് പോയിന്റിൽ എത്തിക്കേണ്ടതാണ്.
യു പി സ്കൂളിലെ അധ്യാപകർ.